നമ്മളെ ഷോർ ടെമ്പിൾ കണ്ടതിന് ശേഷം അടുത്ത ടെമ്പിളിലേക്കുള്ള യാത്രയാണ്. ടെമ്പിളല്ല, ഇവിടെ ഒരു 5 രഥത്തിൻ്റെ ഒരു കൊത്തുപണി ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് നടക്കാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഇവിടെ നിറച്ചും മറ്റേ കല്ലിൽ കൊത്തുപണി എടുക്കുന്ന ടീമാണ് കേട്ടോ. അതൊക്കെ പല സൈസിൽ പല സംഭവങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസായിട്ട് ആരെങ്കിലും ആക്കണമെങ്കിലെല്ലാം ഇവർ ചെയ്തു തരും കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നമുക്ക് റിട്ടേൺ വരുമ്പം ജസ്റ്റ് അതിൽ പോയി എടുക്കാം. നമ്മളൊരു സ്കൾപ്ചർ മ്യൂസിയം ഉണ്ട് കേട്ടോ, പക്ഷേ അത് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. ഞാനത് കാണാൻ വേണ്ടി വന്നായിരുന്നു. ചിലപ്പോൾ 10 മണിക്ക് ഓപ്പൺ ആകുമായിരിക്കും, നോക്കട്ടെ. അങ്ങനെ നമ്മളത് നടന്നെത്തി കേട്ടോ. ഈ കാണുന്നതാണ്. നല്ല സ്ഥലം കേട്ടോ, വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലം. നല്ല വലിയ ആൽമരങ്ങളും അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ എത്തിയിട്ടോ. ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. ഒരു ടിക്കറ്റും കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള എല്ലാ മോണമെൻറ്റ്സും കാണാൻ പറ്റും കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. നല്ല വെയിലാ തുടങ്ങി. ഇവിടെ മെയിനായിട്ട് 5 രഥങ്ങളാണ് ഉള്ളത്. അതായത് പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മരാജരഥം, ഭീമരഥം, അർജുനരഥം, നകുലരഥം, പിന്നെ അതുപോലെ ദ്രൗപദി രഥം. അങ്ങനെ 5 രഥങ്ങളാണ് ഇവിടെയുള്ളത് കേട്ടോ. അതാണ് പഞ്ചരഥം എന്നറിയപ്പെടുന്നത്. ഇതെല്ലാം ഒറ്റക്കല്ലുണ്ടാക്കിയ സാധനങ്ങളാണ്. എല്ലാം മോണലിറ്റിക്കാണ് കേട്ടോ. എല്ലാം ഒറ്റക്കല്ലാണ്. അതിൽ ഈ കാണുന്ന ദ്രൗപദി രഥമാണ് ഏറ്റവും വലുത്. കൂട്ടത്തിൽ ഏറ്റവും വലുത് സൈസ് ഉള്ളത് ദ്രൗപദി രഥം കേട്ടോ. ദ്രൗപദി എന്ന് പറയുമ്പോൾ ഇവരെ ഒരു കോമൺ ആയിട്ടുള്ള വൈഫാണ്. ഈ ഒരു കോംപ്ലക്സ് നിർമ്മിച്ചത് അന്നത്തെ രാജാവായിട്ടുള്ള നരസിംഹവർമ്മനാണ് കേട്ടോ. അത് മാമല്ലപുരം എന്നാണ് പണ്ടത്തെ മഹാബലിപുരത്തിൻ്റെ പേര്. അക്കാലത്ത് ഉണ്ടാക്കിയതാണ്. 1984 മുതൽ യുനെസ്കോൻ്റെ അണ്ടറിലാണ് കേട്ടോ ഇത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു അമ്പലം പോലെ തോന്നുമെങ്കിലും ഇതിലൊന്നും പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ആ രാജാവിൻ്റെ മരണം സംഭവിക്കുകയും അതുകൊണ്ട് ഈ പ്രതിഷ്ഠയൊന്നും നടക്കാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഇൻകംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 668 AD നരസിംഹവർമ്മൻ്റെ മരണം നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ പണിയൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല. 5 രഥങ്ങളെ നിർമ്മിതി എന്ന് പറയുന്നത് പിങ്ക് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഒരു തരം പാറയും കൊണ്ടാണ്. എല്ലാം ഒറ്റക്കല്ല് തീർത്ത ശില്പങ്ങളാണ് കേട്ടോ. എല്ലാം അങ്ങനെ ഒരു ക്രിയേഷനാണ് എല്ലാം. ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് പണ്ടത്തെ നമ്മുടെ ദ്രാവിഡ വാസ്തുവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു വാസ്തുവിദ്യയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മഹാഭാരത കഥയായിട്ട് ഇതിന് യാതൊരു ലിങ്കും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നാലും ഈ പഞ്ചപാണ്ഡവന്മാരുടെ പേര് എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല കേട്ടോ. പഞ്ചപാണ്ഡവന്മാരും അതുപോലെ ദ്രൗപദിയുടെ പേരാണ് ഓരോ ശില്പങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്, ഓരോ ശിലയും. ഈ ഒരു ടെമ്പിൾ സ്ട്രക്ചർ കൂടാണ്ട് അവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ആനേൻ്റെ പ്രതിമയുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു അടിപൊളിയാണ്. പിന്നെ ആനയുണ്ട്, സിംഹമുണ്ട്, നന്ദിയുണ്ട്, നന്ദികേശൻ. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും മാലിപുരം എന്തായാലും മസ്റ്റ് വിസിറ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ. 1 ഡേ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. എന്തായാലും എല്ലാവരും തമിഴ്നാട്ടിൽ പോയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ. അധികവും നമ്മൾ എവിടെ പോയാലും ഇതേപോലെ ആർക്കിയോളജിക്കൽ സർവേനുള്ള പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എപ്പോഴും കാണുന്നത് ഫോറിനേഴ്സിനാണ്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിച്ച് അവർ ബുക്സൊക്കെ എടുത്തുകൊണ്ട് വായിച്ച് റെഫർ ചെയ്ത് ഇതൊക്കെ പഠിച്ച് അവരോരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കണ്ട് അങ്ങനെയാണ് അവർ പോകട്ടോ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണണമെന്ന് ഇതുവരെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് കാണണം. പണ്ടത്തെ കാലത്ത് അവർ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളത്. ആനേനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കിടിലൻ ഷേപ്പ്, ഒന്നും പറയാനില്ല. കണ്ണൊന്നുമില്ല, പക്ഷെ ബാക്കി എല്ലാം നോക്കിയാൽ തുമ്പിക്കൈ, മസ്തിഷ്കം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് ധർമ്മരാജരഥ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. എല്ലാം കാണാൻ അടിപൊളിയാണ്. ബേസ്മെൻ്റ് തന്നെ നോക്കിയേ എത്ര ഹൈറ്റിലാണ്. എന്നെക്കാട്ടി ഹൈറ്റിലാണ് ബേസ്മെൻ്റ് ഇരിക്കുന്നത്.
ഇനി ബാക്കിയെല്ലാം നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലാണ് കാണാനുള്ളത് കേട്ടോ. ഞാൻ അവിടുന്ന് നേരെ തിരിച്ച് അങ്ങോട്ട് നടക്കാണ്. വണ്ടി പാർക്കിങ് തന്നെയുള്ളത്. നമ്മൾ റിട്ടേൺ വണ്ടി എടുത്തിട്ട് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഭാഗം കണ്ടു കഴിഞ്ഞു. തിരിച്ച് മറ്റേ ബീച്ചിൻ്റെ ഭാഗം പോയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൂടെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഒരു ദിവസം കൊണ്ട് തീരും, ഇന്ന് തന്നെ തീരും. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് എന്തായാലും റിട്ടേൺ പോകാൻ പറ്റും. പോകുന്ന വഴിയല്ലതാ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. കരിങ്കല്ലിൽ കൊത്തിയെടുക്കുന്ന കുറേ ശില്പങ്ങൾ കാണാൻ പറ്റും. അവർ എനിക്ക് തോന്നുന്നു കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലും അവർ ചെയ്തു തരും. ഇങ്ങനെ ഇതുവരെ കണ്ട നല്ല രസമില്ല കാണാൻ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നല്ല രസമുണ്ട്. നമ്മളെ ഗാർഡനിലൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും. ഇങ്ങനെ കുറേ വർക്കുകൾ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു, ബൈ.